So hello guys, my name is Nikhil. So ഇവിടെ നമ്മൾ കാൽക്കുലസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫറൻസിയേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഡിഫറൻസിയേഷൻ്റെ ഡെഫിനേഷനും അതിൻ്റെ ലോസും അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇതതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്, അതിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസിയേഷന് കുറേ കൂടി ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ അതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് അതിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഓക്കെ, ഡിഫറൻസിയേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ലോസും റൂൾസും ഒക്കെ നമ്മൾ ആ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ടോപ്പിക്കാണിത്. ഓക്കെ, സോ നമ്മുടെ അടുത്ത വരുന്ന ടോപ്പിക് ഈസ് ഡബിൾ ഡിഫറൻസിയേഷൻ. ഓക്കെ, ഡബിൾ ഡിഫറൻസിയേഷൻ. ഓക്കെ, നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് y is equal to f of x ആണെങ്കിൽ y ഒരു എക്സിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിതിനെ y ഡാഷ് എന്നായിരുന്നു അല്ലേ. ആൻഡ് y ഡാഷ് ഇസ് ഈക്വൽ ടു എന്തുവാ? dy ബൈ dx അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ. ആൻഡ് ദിസ് y ഡാഷ് അല്ലെങ്കിൽ dy ബൈ dx നമ്മൾ എന്താ പറയുന്നത്? ദിസ് ഇസ് കോൾഡ് ആസ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് അല്ലേ. ഇതല്ലേ നമ്മൾ പഠിച്ചത്. ഡബിൾ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഇതേ സാധനത്തിന് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷനെ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായി? ഡബിൾ ഡിഫറൻസിയേഷനായി. ഓക്കെ, വലിയ കഥയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ ഫംഗ്ഷൻസ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ അതേ സാധനത്തിന് രണ്ടാമത് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഡബിൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? y ഡാഷ് ഇസ് ഡെറിവേറ്റീവ് ആണ് അല്ലേ. വേണേൽ ഇതിൽ ഇങ്ങനെ എഴുതാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണിത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ y ഡബിൾ ഡാഷ് എന്തായിരിക്കും? y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും അല്ലേ. ഒരു ഫംഗ്ഷനെ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത്? സെക്കൻഡ് ഡെറിവേറ്റീവ്. ആ പ്രോസസ്സാണ് എന്ത്? ഡബിൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ dy ബൈ dx ദാറ്റ് ഈസ് y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? dy ബൈ dx ഓഫ് y ഡാഷ് ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ അല്ലേ. ഇത് നമ്മൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ക്വാണ്ടിറ്റി ആണ്. ഇതിനെ തന്നെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് തവണ ഡിഫറൻഷിയേഷൻ ആയല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വേണേൽ നമുക്ക് ഈ y ഡാഷിന് എങ്ങനെ എഴുതാം? y ഡാഷ് നമുക്ക് വേണമെങ്കിൽ dy ബൈ dx ആയിട്ട് എഴുതാമല്ലോ. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ എന്ന് വരും? ദാറ്റ് ഈസ് d ബൈ dx ഓഫ് y ഡാഷിന് പകരം ഈ y ഡാഷിന് പകരം നമുക്ക് dy ബൈ dx എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു d ബൈ dx ഓഫ് dy ബൈ dx. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. dy ബൈ dx ഫസ്റ്റ് തവണ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഷോർട്ടായിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ദാറ്റ് ഇസ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ. അപ്പോൾ y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്തുവാ? ദാറ്റ് ഇസ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? d സ്ക്വയർ y ബൈ dx സ്ക്വയർ. കാര്യം മനസ്സിലായല്ലോ. ഇതെന്തായിരിക്കും? അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ. y ഡാഷ് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ y ഡബിൾ ഡാഷ് എന്തായിരിക്കും? സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് y ഇസ് ഈക്വൽ ടു 4x ക്യൂബ്. ക്ലിയർ അല്ലേ? y ഇസ് ഈക്വൽ ടു 4x ക്യൂബ്. y എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് y ഡബിൾ ഡാഷ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. അപ്പോൾ ഡബിൾ ഡിഫറൻസിയേഷൻ അല്ലേ. ഡബിൾ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഡാഷ് കിട്ടും അല്ലേ. അതെന്തുവാ? ദാറ്റ് ഈസ് dy ബൈ dx അല്ലേ. dy ബൈ dx ദാറ്റ് ഈസ് ഈക്വൽ ടു d ബൈ dx ഓഫ് 4x ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ അല്ലേ. അപ്പോൾ 4 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ താഴെ 3 x റേസ് ടു 3 മൈനസ് 1 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 12x സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ y ഡാഷ് എന്താണ്? 4x സ്ക്വയർ ആണ്. y ഡാഷ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ. ഇനി ഇതിനെ തന്നെ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ല? അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയി. അപ്പോൾ d സ്ക്വയർ y ബൈ dx സ്ക്വയർ അല്ലേ. d സ്ക്വയർ y ബൈ dx സ്ക്വയർ എന്ന് പറയാം, അല്ലെ y ഡബിൾ ഡാഷ് എന്ന് പറയാം. എല്ലാം സെയിം ആണ്. അതെന്ത് ചെയ്യുക? അത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി ഒന്നുകൂടി. അപ്പോൾ d ബൈ dx ഓഫ് 12x സ്ക്വയർ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 12x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x എന്ന് കിട്ടും അല്ലേ. അല്ല, താഴെ ഒരു 2 വരും അല്ലേ. അപ്പോൾ 12 ഇൻറ്റു 2 ഇൻറ്റു x റേസ് ടു 2 മൈനസ് 1 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 24x എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 24x എന്ന് കിട്ടി. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? വേണം ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്.
നമ്മൾ വൺ ഡയമെൻഷൻ മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലേഷൻ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരു ബോഡീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ആണ് എക്സ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ടി ക്യൂബ് പ്ലസ് 2t² പ്ലസ് 4t. ഓക്കെ, അങ്ങനെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇതെന്തുവാ? ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ആക്സലറേഷനും വെലോസിറ്റി ആണല്ലേ വേണ്ടത്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എങ്ങനെ കിട്ടുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് ഡിഫറൻസിയേഷൻ കൊണ്ട് കിട്ടുന്ന റേറ്റ് എന്തായിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആയിരിക്കും അല്ലേ. നമുക്ക് ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും ഉണ്ട്. ഡിഫറൻസിയേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന റേറ്റ് ഏതാ? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണല്ലേ. ഒരു പർട്ടിക്കുലർ സെക്കൻഡിലെ ചേഞ്ച് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ആവറേജ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, ഇന്റർവൽ തീരെ ചെറുതാക്കിയാൽ മതിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. സോ വെലോസിറ്റി, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു dx/dt അല്ലേ. പഠിച്ചിട്ടില്ലെങ്കിൽ വൺ ഡയമെൻഷൻ മോഷൻ പഠിക്കും. തൽക്കാലം ഓർക്കുക, വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഡിസ്പ്ലേസ്മെന്റ് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ എന്ന് വരും d/dx ഓഫ് പറഞ്ഞ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് പ്ലസ് 2t² പ്ലസ് 4t അല്ലേ. ഇനി ഇവിടെ സം റൂൾ വരുമല്ലോ അല്ലേ. അപ്പോൾ ഓരോന്ന് പ്രത്യേകം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നത് വരും ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3t² എന്ന് വരും പ്ലസ് 2t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4t എന്ന് വരും. 4t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4 എന്ന് വരും അല്ലേ. അപ്പോൾ വെലോസിറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടി? ദാറ്റ് ഈസ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി v is equal to എന്തുവാ? 3t² പ്ലസ് 4t പ്ലസ് 4. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. ഓഹോ, ഈ കറക്റ്റായിട്ട് സ്ക്വയർ ഒന്നും വരത്തില്ല. ഓക്കെ, സെറ്റായി. സോ v is equal to 3t² പ്ലസ് 4t പ്ലസ് 4. ഓക്കെ, ഇനി ആക്സലേഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ആക്സലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ കിട്ടിയ വെലോസിറ്റി ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലേഷൻ ഈസ് ഈക്വൽ ടു dv/dt ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എക്സിൻ്റെ ടേംസിന് എങ്ങനെ എഴുതാൻ പറ്റും? എക്സിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും, വെലോസിറ്റി ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്സലേഷൻ കിട്ടും. അപ്പോൾ എക്സിനെ നമ്മൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമല്ലേ, ശരിയല്ലേ. അപ്പോൾ നമുക്കിതിനെ d²x/dt² എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയ പോലെ കണ്ടോ. ഒന്നെങ്കിൽ ഡബിൾ ഡാഷിനെ നമുക്ക് y നമുക്ക് d/dx y' എഴുതാം, അല്ലെങ്കിൽ y-ൻ്റെ ടേംസിലാണെങ്കിൽ d²y/dx² ആയിട്ട് എഴുതാം. y-നെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം കണ്ടോ. y-നെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ y' ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? സെയിം തന്നെയാണ് ഇവിടെ. അപ്പോൾ ആക്സലേഷൻ കിട്ടാനായിട്ട് ഒന്നെങ്കിൽ വെലോസിറ്റിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ആക്സലറേഷൻ കിട്ടുന്നത്. അപ്പോൾ ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് d/dx ഓഫ് d/dx വെലോസിറ്റി വാല്യൂ പുട്ട് ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഇതാണ് വെലോസിറ്റി. അപ്പോൾ വാല്യൂ പുട്ട് ചെയ്യുക. അപ്പോൾ 3t² പ്ലസ് 4t പ്ലസ് 4 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സം റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 3t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 60 എന്ന് വരും പ്ലസ് 4 എന്ന് വരും, ശരിയല്ല. അപ്പോൾ ആക്സലറേഷൻ്റെ വാല്യൂ എന്ത് കിട്ടി? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 6t പ്ലസ് 4. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാം ആക്സലറേഷൻ ഒന്നെങ്കിൽ dv/dt അല്ലെങ്കിൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു d²x/dt². ക്ലിയർ അല്ല. അപ്പോൾ ആക്സലേഷൻ്റെ ഡെഫിനേഷൻ എന്ത് വരും? ആക്സലേഷൻ ഒന്നെങ്കിൽ പറയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്ന് പറയാം, കാരണം വെലോസിറ്റി ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ആക്സലേഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ ആക്സലേഷൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, കാരണം ഡിസ്പ്ലേസ്മെന്റിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ആക്സലേഷൻ കിട്ടുന്നത്. കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്ര ഉള്ളൂ എന്ത്? ഡബിൾ ഡിഫറൻഷിയേഷൻ. വലിയ കഥയൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ടോപ്പിക്ക്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, കോൾഡ് ആസ് ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ, ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ, ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ. ഓക്കെ, ഈ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മൾ ഇത്രയും നേരം പഠിച്ച ക്വസ്റ്റ്യൻസിലൊക്കെ ഒറ്റ ഫംഗ്ഷനെ കാണത്തുള്ളൂ. ആ ഫംഗ്ഷൻ്റെ അകത്തൊരു വേരിയബിൾ ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മളിപ്പോൾ പഠിച്ച ഒരു ഫംഗ്ഷനാണ് ലൈക്ക് സൈൻ എക്സ് അല്ലേ. സൈൻ എക്സ് ഒരു ഫംഗ്ഷൻ ആണല്ലോ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? കോസ് എക്സ് ആണ് കിട്ടുന്നത് അല്ലേ. നമ്മൾ ലോസിൽ പഠിച്ചാണ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ആണ് കിട്ടുന്നത്. അതേപോലെ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഫംഗ്ഷൻ അല്ലേ. ഇത് കാണുമ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു ഒറ്റ ഒരു ഫംഗ്ഷനാണ്. സൈൻ എക്സ് ഒരു ഫംഗ്ഷനാണ്. പക്ഷേ ഈ സൈൻ എക്സിൻ്റെ അകത്ത് ഈ കാണുന്ന ഈ എക്സ് എന്തുവാ? ഈ എക്സ് ഒരു വേരിയബിൾ അല്ലേ. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ഇത് മൊത്തം ഇതെന്തുവാ? ഇതൊരു ഫംഗ്ഷനാണ്. ദിസ് ഈസ് എ ഫംഗ്ഷൻ അല്ലേ. ആ ഫംഗ്ഷൻ്റെ അകത്ത് കാണുന്ന ആ ക്വാണ്ടിറ്റി എന്തുവാ? ഈ സാധനം ഇതെന്തുവാ? ഇതൊരു വേരിയബിൾ ആണ് അല്ലേ.
ദിസ് ഈസ് വേരിയബിൾ അല്ല. അപ്പോൾ ഇവിടെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, അതിനകത്തൊരു വേരിയബിൾ. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൻ്റെ അകത്ത് വേരിയബിളിന് പകരം വേറൊരു ഫംഗ്ഷൻ വരും. ഫോർ എക്സാമ്പിൾ ലൈക്ക് കോസ് ഓഫ് സൈൻ എക്സ്. കണ്ടോ, ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. കാരണം കോസിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നേക്കും. കണ്ടോ, സാധാരണ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? കോസ് കഴിഞ്ഞിട്ട് ഒരു എക്സ് ആ വരുന്നത്. കണ്ടോ, കോസ് ഒരു ഫംഗ്ഷൻ ആണ്, അതിൻ്റെ അകത്ത് വരുന്നത് ഒരു വേരിയബിൾ ആണ്. ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് മാറ്റി മാറ്റി ഇടാൻ പറ്റും അല്ലേ? കോസിൻ്റെ വാല്യൂ എന്തൊക്കെ വരാം? കോസ് എക്സ് എന്ന് പറയുമ്പോൾ 1/2, എക്സിൻ്റെ വാല്യൂ നമുക്ക് 0, π/2, π/3, π/4 അങ്ങനെ ഓരോ വാല്യൂ നമുക്ക് പുട്ട് ചെയ്യാം. ഇവിടെ ആ എക്സിന് പകരം വേറൊരു ഫംഗ്ഷനാണ് വന്നേക്കുന്നത്. കോസ് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഫംഗ്ഷനിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ. അതാണ് എന്ത്? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് മാത്സുകാർ യൂസ് ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്, ദാറ്റ് ഇസ് ചെയിൻ റൂൾ എന്ന് പറയും. ഓക്കെ, ചെയിൻ റൂൾ വെച്ചിട്ടാണ് ഫംഗ്ഷൻ്റെ അകത്തൊരു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അത് ഒത്തിരി ലെന്തിയാണ്. ഓക്കെ, ചെയിൻ റൂൾ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഭയങ്കര ലെന്തിയുമാണ്, പിന്നെ അതിന് ആവശ്യമില്ല, കാരണം അത് തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ആ ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? കാരണം ഫിസിക്സ് നമുക്ക് ഒത്തിരി കാട് കയറി പോകണ്ട. ഓക്കെ, ഫിസിക്സിന് വേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഷോർട്ട് കട്ട് വെച്ച് കിട്ടും. ക്ലിയർ ആണല്ലോ? പക്ഷെ മാത്സിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ അവർ ചെയിൻ റൂൾ പഠിച്ചിട്ടാണ് അവർ ആ ഷോർട്ട് കട്ട് പഠിക്കുന്നത്. ക്ലിയർ ആണ്? നമുക്ക് ആ ഷോർട്ട് കട്ട് മതി, നമുക്ക് ചെയിൻ റൂളൊന്നും ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. കണ്ടോ, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഫംഗ്ഷനിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നേക്കുന്നത്. കണ്ടോ, ഫോർ എക്സാമ്പിൾ കോസിൻ്റെ അകത്ത് വേറൊരു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചെയിൻ റൂളിന് പകരം ഷോർട്ട് കട്ട് റൂൾ ഇത്രയേ ഉള്ളൂ. അതായത് പുറമേ ഉള്ള കാണുന്ന ഈ ഫംഗ്ഷനില്ലേ, പുറത്തുള്ള ഫംഗ്ഷൻ, ആ പുറത്തുള്ള ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് അകത്തുള്ള ഫംഗ്ഷൻ അതുപോലെ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? പുറത്തുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അകത്തുള്ള ഫംഗ്ഷൻ അതുപോലെ എഴുതിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ അകത്തുള്ള ഫംഗ്ഷനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? എന്താ ചെയ്യേണ്ടത്? ആദ്യം പുറമേ ഉള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈ അകത്തുള്ള ഫംഗ്ഷൻ അതുപോലെ എഴുതുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഈ അകത്തുള്ള ഫംഗ്ഷനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ എന്ത് നമ്മുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെറ്റ് ആവും. ഒന്ന് നോക്കിയാൽ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമുക്ക് ഇത് തന്നെ എടുക്കാം. ഇപ്പോൾ കോസ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, എടാ ഒരു കാര്യം ഓർത്തോണം, ഈ കോസ് ഓഫ് സൈൻ എക്സ് പറഞ്ഞാലേ കോസ് ഓഫ് സൈൻ എക്സ് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ല കേട്ടോ. ഇത് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ല, ഇത് ഫംഗ്ഷൻ ഇൻറ്റു ഫംഗ്ഷൻ അല്ല, ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. കാര്യം മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് റൂളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം മനസ്സിലായോ? ഇതല്ല ഈ സാധനം, രണ്ടും വ്യത്യാസമുണ്ട്. കാണുമ്പോൾ അറിയാമല്ലോ, കോസ് ഓഫ് സൈൻ എക്സും കോസ് എക്സ് സൈൻ എക്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഒറ്റ ഒരു ഫംഗ്ഷനാണ്. കണ്ടോ, ഇത് രണ്ടും സിംഗിൾ ഫംഗ്ഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഫംഗ്ഷൻ്റെ അകത്ത് വേരിയബിളിന് പകരമാണ് വേറൊരു ഫംഗ്ഷൻ വന്നേക്കുന്നത്. ക്ലിയർ അല്ലേ? എക്സിന് പകരമാണ് സൈൻ എക്സ് വന്നേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മാറിപ്പോണ്ട. ചിലർക്ക് ഡൗട്ട് വരും, സാർ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ പോരെ? പ്രോഡക്റ്റ് റൂൾ ഇവിടെ വരത്തില്ല, കാരണം രണ്ട് ഫംഗ്ഷൻ ഇല്ല, ഫംഗ്ഷൻ്റെ അകത്താണ് വേറെ ഫംഗ്ഷൻ വന്നേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്താ ചെയ്യുക? ഇതിൻ്റെ നമുക്ക് y ഈസ് ഈക്വൽ ടു, ഇത് y ആണെന്ന് ഇരിക്കട്ടെ, y ഈസ് ഈക്വൽ ടു കോസ് ഓഫ് സൈൻ എക്സ് ആണ്. നമുക്ക് ഇതിനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ? y ഡാഷിലെ dy/dx വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്യാനായിട്ട് ആദ്യമേ പുറമേ ഉള്ള ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ d/dx ഓഫ് കോസ് ഓഫ് സൈൻ എക്സ് എന്ന് വരും അല്ലേ? കോസ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ആദ്യമേ പുറമേ ഉള്ള ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, കോസിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പുറത്തുള്ള ഫംഗ്ഷൻ ചെയ്താൽ കോസ് അല്ലേ? കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇത് എക്സ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഈ സൈൻ എക്സ് തൽക്കാലം എക്സ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തോ എഴുതി പോയാൽ സൈൻ എക്സിന് എഴുതി പോയാൽ അല്ലേ? കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്തെന്ന് വരും? മൈനസ് സൈൻ ഇൻറ്റു ഇത് എക്സ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് എന്നല്ലേ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഈ എക്സിന് പകരമാണ് ഇവിടെ സൈൻ എക്സ് എന്ന് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഈ എക്സിന് പകരം സൈൻ എക്സ് നിങ്ങൾ എഴുതിയാൽ മതി ചുമ്മാ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇത് എക്സ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരും? മൈനസ് സൈൻ എക്സ് വരും. എക്സിന് പകരം എന്താ ഉള്ളത്? സൈൻ എക്സ് ആണ് അല്ലേ? അപ്പോൾ എന്താ വരും? സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് വരും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അകത്തുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു
കോസ് എക്സ് എന്ന് കിട്ടും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു എന്തുവാ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. കാര്യം മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? വേണം ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലൈക്ക് സൈൻ ഓഫ് കോസ് എക്സ് ആണെങ്കിലോ, സൈൻ ഓഫ് കോസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് കോസ് എക്സ് ആണെന്ന് വിചാരിക്കുക. വൈ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് കോസ് എക്സ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് കോസ് എക്സ് അല്ലേ, സൈൻ ഓഫ് കോസ് എക്സ്. അതിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, സൈൻ ആണ് പുറത്തല്ലേ, അപ്പം അതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടും അല്ലേ. അപ്പോൾ ഇതിനെ എക്സ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി, ഇത് അതുപോലെ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഇതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇത് അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ എന്തെന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ്, പിന്നെ എക്സിന് പകരം മൊത്തം കോസ് എക്സ് എന്ന് വരും അല്ലേ. അകത്തുള്ള ഡിഫറൻഷിയേറ്റ് അതിനെ പോലെ എഴുതിയാൽ മതി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടും, മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് കൂടി വരും. ഇത് ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഇക്വൾ എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൾ ടു കോസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു ഒരു മൈനസ് ഫ്രണ്ട് വരുമല്ലോ, ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? ആ മൈനസ് അങ്ങ് ഫ്രണ്ട് എടുത്തു. അപ്പോൾ മൈനസ് കോസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ. ഓക്കെ, കുറേ കൂടി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്ന് ചെയ്ത് നോക്കിയത് വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ, ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് അല്ലേ. കാരണം നമ്മൾ വൈ ഈസ് ഈക്വൽ സാധാരണ എൽ എൻ എക്സ് എന്നാണ് എഴുതുന്നത് അല്ലേ. ഈ എൽ എൻ എന്തുവാ ചോദിക്കാൻ വിട്ടുപോയി. എൽ എൻ എന്തുവാ, എൽ എൻ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? എൽ എൻ എന്തുവാ, നാച്ചുറൽ ലോഗിനെയാണ് നമ്മൾ എൽ എൻ എഴുതുന്നത് കേട്ടോ. നാച്ചുറൽ ലോഗ്, കോമൺ ലോഗരിതം ഉണ്ട്, നാച്ചുറൽ ലോഗരിതം ഉണ്ട് അല്ലേ. ബേസ് ഇ ആണെങ്കിൽ നാച്ചുറൽ ലോഗരിതം. ആ നാച്ചുറൽ ലോഗരിതമിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതുന്നതാണ് എന്ത്, എൽ എൻ. ക്ലിയർ അല്ലേ? ലോഗരിതമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നോക്കിയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് മൊത്തം ലോഗരിതത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ അത് പിൻ ചെയ്തേക്കാം വീഡിയോ. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ. സോ ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ വൈ ഓഫ് എന്താണ്, ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണോ ആദ്യം അത് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണല്ലേ, കാരണം നാച്ചുറൽ ലോഗ് കഴിഞ്ഞിട്ട് എക്സിന് പകരം വലിയൊരു ടേം വന്നേക്കുന്നത് അല്ലേ. ഇവിടെ ലോഗ് ഓഫ് എക്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് നാച്ചുറൽ ലോഗ് എക്സ് എന്തുവാ, 1/x ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചാൽ അല്ലേ. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 1/x ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എക്സിന് പകരം ഈ എക്സിന് പകരം ഇത്രയും വലിയ ക്വാണ്ടിറ്റി വന്നേക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യം ഇതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇത് അതുപോലെ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പം ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് നാച്ചുറൽ ലോഗ് ഓഫ് 3x² പ്ലസ് 4x പ്ലസ് 2 അല്ലേ. അപ്പോൾ ഇതൊരു ഒറ്റ ഒരു എക്സ് ആയിട്ട് അസ്യൂം ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തെന്ന് വരും, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് നാച്ചുറൽ ലോഗ് എക്സ് എന്തുമായിരുന്നു, 1/x അല്ലായിരുന്നോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് എക്സിന് പകരം ഇവിടെ വന്നേക്കുന്ന ടേം എന്തോ, ഈ മുഴുവൻ ടേം ആണ് അല്ലേ. അപ്പോൾ 1/x എന്ന് പറയുമ്പോൾ 1/, ഇത്രയും വലിയ ടേം വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3x² പ്ലസ് 4x പ്ലസ് 2 എന്ന് വരും. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? 1/x ആണ് നമ്മൾ എഴുതുന്നത്, സംശയമൊന്നും വേണ്ട. ഓക്കെ, ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x ആണ് എഴുതുന്നത്. ഇവിടെ എക്സിന് പകരം ഇത്രയും വലിയ ടേം ആണ്. അപ്പോൾ 1/xന് പകരം ഇത്രയും വലിയ ടേം വന്നു, 1/, അത്രയും ആ ഫുൾ ടേം. ക്ലിയർ അല്ലേ? ഇൻറ്റു ഇനി എന്ത് വരും, ഇനി അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ മൊത്തം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3x² പ്ലസ് 4xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പഠിച്ചാണ് നമ്മൾ. അപ്പോൾ 3x പ്ലസ് 4 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് 6x പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 4x പ്ലസ് 2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്തത് y is equal to cos of sin x. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. y is equal to cos of sin x. ഒന്ന് ചെയ്ത് നോക്കി, ഒന്നുകൂടി ചെയ്ത് നോക്കി. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. അപ്പോൾ ഫംഗ്ഷനിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എന്ത് വരും, കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ എന്ന് വരും അല്ലേ. കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ അല്ലേ. അപ്പോൾ മൈനസ് സൈൻ ഇൻറ്റു സൈൻ എക്സ് അതുപോലെ എഴുതുക. എന്നിട്ട് പിന്നെ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് വരും. അപ്പോൾ എന്തുവാ, മൈനസ് സൈൻ ഓഫ്
സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് y is equal to log of sin x അല്ലേ? y is equal to log of sin x. അപ്പോൾ പുറത്തൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ log എക്സിന് പകരം ഇവിടെ എക്സിന് പകരം എന്തോ വന്നേക്കുന്നത്? log of sin x ആ വന്നേക്കുന്നത് അല്ലേ? എക്സിന് പകരം ഇവിടെ എക്സിന് പകരം സൈൻ എക്സ് ആ വന്നേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം log എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തെന്ന് വരും? log എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x വരും. ഇവിടെ എക്സ് ആണ് ഇത് മൊത്തം. അപ്പോൾ ഇത് മൊത്തം താഴെ വരും അല്ലേ? 1/sin x ഇൻറ്റു ഇനി അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്നായി പോകത്തില്ലേ അല്ലേ? ഇനി കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്തുവാ? കോസ് എക്സ് ബൈ സൈൻ എക്സ് പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് ടാൻ എക്സ് അല്ലേ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് പറയുമ്പോൾ 1/tan x എന്ന് വരും. 1/tan x ഇസ് ഈക്വൽ ടു കോട്ട് എക്സ് അല്ലേ? നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ച അല്ലേ? അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു കോട്ട് എക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ y is equal to log of cos x. അപ്പോൾ സെയിം തന്നെ എന്ത് വരും? ദാറ്റ് dy/dx ഇസ് ഈക്വൽ ടു തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ നോക്കിയേ. അപ്പോൾ log of cos x ആണ്. അപ്പോൾ ഇത് ഒരു കോസ് ആയിട്ട് ഇത് എക്സ് ആയിട്ട് എടുത്താൽ മതി അല്ലേ? ഇപ്പോൾ log of x ആണ്. അപ്പോൾ log of x is 1/x എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/cos x എന്ന് വരും ഇൻറ്റു പിന്നെ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് വരും. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ dy/dx എത്ര കിട്ടി? dy/dx ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? അടുത്തത് y is equal to sin of cos of 4x square plus 4. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിനകത്ത് എന്തോന്ന് അറിയോ? ലോഗ് കഴിഞ്ഞിട്ട് എക്സിന് പകരം ഒരു ഫംഗ്ഷൻ വന്നേക്കുന്നു, മൊത്തം ഒരു ഫംഗ്ഷൻ. അതിൽ തന്നെ സൈൻ കഴിഞ്ഞിട്ട് സൈൻ്റെ അകത്ത് എക്സിന് പകരം വേറൊരു ഫംഗ്ഷൻ വന്നേക്കുന്നു. അപ്പോൾ ഫംഗ്ഷനിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. കാര്യം മനസ്സിലായോ? ലോഗ് കഴിഞ്ഞിട്ട് എക്സിന് പകരം ഇത്രയും വലിയ ടേം, എന്നിട്ട് പിന്നെ സൈൻ കഴിഞ്ഞിട്ട് എക്സിന് പകരം ഇത്രയും വലിയൊരു ടേം. കാര്യം മനസ്സിലായോ? അപ്പോൾ ലോഗ് ഒരു ഫംഗ്ഷനാണ്, അതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ വന്നു, അതിൻ്റെ അകത്ത് സൈൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നു. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനാണ്. ക്ലിയർ അല്ലേ? ഫംഗ്ഷൻ അകത്തൊരു ഫംഗ്ഷൻ, അതിനകത്ത് വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ എന്താ ചെയ്യുക? സെയിം മെത്തേഡ് തന്നെ. ആദ്യമേ പുറത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അകത്തുള്ളത് അതുപോലെ എഴുതും, പിന്നെ അകത്തുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? സെയിം ടെക്നിക്ക് തന്നെ. അപ്പോൾ ആദ്യമേ എന്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? അപ്പോൾ dy/dx ഓഫ് log എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ log എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x. അപ്പോൾ ലോഗിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും ടേം വരും അല്ലേ? ലോഗിൻ്റെ അകത്ത് കാണുന്ന ആ എക്സ് എന്ന് പറയുമ്പോൾ മുഴുവനും വരുമല്ലോ. അപ്പോൾ 1/sin of 4x square plus 4. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇൻറ്റു ഇനി അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അകത്തുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഓഫ് സംതിങ് ആണ് അല്ലേ? സൈൻ ഓഫ് സംതിങ് അല്ലേ? സൈൻ ഓഫ് സംതിങ്. സൈനിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നേക്കുന്നു. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ആ കിട്ടുന്നത് അല്ലേ? ഇപ്പം എക്സിന് പകരം ഇത്രയും വലിയ ടേം ഉണ്ട്. അപ്പോൾ അകത്തുള്ളത് അതുപോലെ എഴുതിയാൽ മതി, ബാക്കി കോസ് വരും. അപ്പോൾ സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ്, ബാക്കി അതിനകത്തുള്ള ടേം അതുപോലെ എഴുതുക. ക്ലിയർ അല്ലേ? ഇൻറ്റു പിന്നെ എന്ത് ചെയ്യണം? ഇനി അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 4x square പ്ലസ് 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 8x എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8x എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ? dy/dx ഇസ് ഈക്വൽ ടു dy/dx is equal to 8x into cos x 4x square plus 4 divided by sin of 4x square plus 4 എന്ന് വരും. ക്ലിയർ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? ഈ ക്വസ്റ്റിന് ഡൗട്ട് ഉണ്ടോ? വേണം ഒന്നുകൂടി പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ലോഗിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ ലോഗിൻ്റെ അകത്തുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x കിട്ടുന്നത്. അപ്പോൾ ലോഗിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും വരും. അപ്പോൾ 1/x, അപ്പോൾ 1/x എഴുതി കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ? സൈൻ എക്സ് അല്ലേ? സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടുന്നത്. എക്സിന് പകരം ഇത്രയും വലിയ ടേം സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് വരും. അതിന് എക്സ് ഇത്രയും ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അകത്തുള്ള എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അകത്തുള്ള എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് പകരം ഇത്രയും വലിയ ടേം വന്നേക്കുന്നത്. 4x സ്ക്വയർ പ്ലസ് 4 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 8x എന്ന് കിട്ടും. കാര്യം മനസ്സിലായി? ഫംഗ്ഷൻ്റെ അകത്ത് ലോഗിൻ്റെ അകത്ത് സൈനിൻ്റെ അകത്ത് വേറൊരു 4x സ്ക്വയർ പ്ലസ് 4ൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. ഇപ്പോൾ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മാറ്റാമല്ലോ? അടുത്തത് y is equal to cos of log of x square minus 6x. cos of log of x square minus 6x. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ചെയ്ത് നോക്കിയേ.
അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് dy/dx ഓഫ് അല്ലേ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് ആണ് കിട്ടുന്നത് അല്ലേ, മൈനസ് സൈൻ എക്സ്. ഇതിൽ കോസിന് എക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ടേം ഉണ്ട് അല്ലേ, അപ്പോൾ അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ മൈനസ് ഓഫ് സൈൻ എക്സ്, എക്സിന് പകരം അത്രയും വലിയ ടേം, ദാറ്റ് ഈസ് ലോഗ് ഓഫ് x² മൈനസ് 6x. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി അകത്തുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x കിട്ടുന്നത്. ലോഗിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ്, അതിൻ്റെ വേരിയബിൾ ഇതാണ് അല്ലേ. അപ്പോൾ 1/x വരും. അപ്പോൾ 1/x ഇതായത് 1/x² മൈനസ് 6x എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x, ആ 1/x എഴുതിയത്. ക്ലിയർ അല്ലേ? ഇൻറ്റു ഇനി അകത്തുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അകത്തുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x² മൈനസ് 6x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x മൈനസ് 6 എന്ന് വരത്തില്ലേ അല്ലേ, 2x മൈനസ് 6 എന്ന് വരുമല്ലോ അല്ലേ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, നമ്മുടെ ആ റൂൾസ് ഒക്കെ തന്നെ അല്ലേ. പവർ താഴെ ഇറക്കി എഴുതിയിട്ട് പവറിലൊന്ന് മൈനസ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ dy/dx എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് ലോഗ് ഓഫ് x² മൈനസ് 6x ഡിവൈഡഡ് ബൈ x² minus 6x into 2x plus 2x minus 6. ഓക്കെ, ഇതാണ് എന്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി. x is equal to a sin omega t. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഓസിലേഷൻ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവും. ഓസിലേഷൻ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഓസിലേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കും. ഫസ്റ്റ് ഇയർ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓസിലേഷൻ ചാപ്റ്ററിലെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണിത്. x is equal to a sin omega t. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ a ആംപ്ലിറ്റ്യൂഡ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തെടുക്കാം. പിന്നെ സൈൻ ഓഫ് എക്സിന് പകരം വേറൊരു ഫംഗ്ഷൻ വന്നേക്കുന്നു, ഒമേഗ ടി എന്ന ഫംഗ്ഷൻ വന്നേക്കുന്നു. കണ്ടോ, നമ്മൾ സാധാരണ സൈൻ എക്സ് ആയിരുന്നത്, ഇവിടെ എക്സിന് പകരം സൈൻ ഓഫ് ഒമേഗ ടി ആ വന്നേക്കുന്നത് അല്ല. അപ്പോൾ എക്സിന് പകരം ഒമേഗ ടി വന്നേക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d/dx ഓഫ് എന്ത് വരും? ദാറ്റ് ഈസ്, ഇത് എക്സിൻ്റെ ടേംസിലാണോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അല്ലല്ലോ, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ബട്ട് വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കുന്നത്. ഇവിടെ വേരിയബിൾ എന്തോ, ഇവിടെ ഏറ്റവും അകത്തുള്ള വേരിയബിൾ ടൈം ആണല്ലേ. ഇവിടുത്തെ വേരിയബിൾ ഇതാ ടൈമാണ്, ഇവിടുത്തെ വേരിയബിൾ ടൈമാണ് മാറുന്നത് അല്ലേ. അപ്പോൾ ടൈം മാറുമ്പോഴാണ് ഈ മുഴുവൻ വാല്യൂ അങ്ങ് മാറുന്നത് അല്ലേ. അപ്പോൾ ടൈമാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു, ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാ? ടൈമാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. ഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ മാറുമ്പോഴാണ് ടീൻ്റെ വാല്യൂ മാറുമ്പോഴാണ് എക്സിൻ്റെ വാല്യൂ മാറുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടൈമാണ്. അപ്പോൾ ടൈമിൻ്റെ റെസ്പെക്റ്റീവ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? കാരണം എക്സ് ഇവിടെ ഡിപെൻഡൻ്റ് ആണ്. നമ്മൾ അവിടെ എഴുതിയ എങ്ങനെയായിരുന്നു? y is equal to f of x എഴുതിയത്. അതിൽ എക്സ് ആയിരുന്നു ഇൻഡിപെൻഡൻറ്റ്, y ആയിരുന്നു ഡിപെൻഡൻറ്റ്. അപ്പോൾ എക്സിൻ്റെ ടേംസിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. വൈനെ എക്സിൻ്റെ ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്തു, കാരണം എക്സ് ആയിരുന്നു ഇൻഡിപെൻഡൻറ്റ്, y ആയിരുന്നു ഡിപെൻഡൻറ്റ്. ഇവിടെ അങ്ങനെ, ഇവിടെ എക്സ് ഡിപെൻഡൻ്റ് ആണ്, ടി ആണ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും ടൈമിൻ്റെ ടേംസിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് dx/dt എന്ന് വരും അല്ലേ. അപ്പോൾ dx/dt അല്ലേ, dy/dx പകരം dx/dt. വൈക്ക് പകരം ഇവിടെ വൈക്ക് പകരം ഇവിടെ എക്സ് ആണ്, എക്സിന് പകരം ഇവിടെ ടി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് a സൈൻ ഒമേഗ ടി എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ അല്ലേ, സൈനിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ കോൺസ്റ്റൻ്റ് പുറത്ത് എടുക്കുക. അപ്പോൾ എന്ന് വരും ബൈ d/dt ഓഫ് സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ. ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യമേ പുറത്തുള്ള ഫംഗ്ഷന് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് കിട്ടും അല്ലേ, കോസ് എന്ന് കിട്ടും. അപ്പോൾ a ഇൻറ്റു കോസ് അകത്തുള്ളത് അതുപോലെ എഴുതുക അല്ലേ, ഒമേഗ ടി ഇൻറ്റു ഇനി ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് dx/dt ഈസ് ഈക്വൽ ടു a ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടും.
ക്ലിയർ ആണല്ലോ. ദിസ് ഇസ് dx/dt. നമുക്കറിയാം dx/dt എന്തോ വെലോസിറ്റി അല്ലേ, dx/dt വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ, a ഒമേഗ കോസ് ഒമേഗ ടി. ക്ലിയർ ആണല്ലോ. ഇത് വേണം ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അത് ഡബിൾ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ത്, ഡബിൾ ഡിഫറൻഷിയേഷൻ അല്ലേ. നമ്മൾ ഡബിൾ ഡിഫറൻഷിയേഷൻ പഠിച്ചു, പിന്നെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്കിനി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് മാക്സിമ മിനിമ. ഇത് പല ചാപ്റ്റേഴ്സിലും ഈ IITൻ്റെ പരീക്ഷ ആണെങ്കിലും നീറ്റിൻ്റെ പരീക്ഷ ആണെങ്കിലും ഓൾമോസ്റ്റ് മിക്ക ചാപ്റ്റേഴ്സിലും ഈ മാക്സിമം മിനിമയുടെ വാല്യൂ ചോദിക്കാറുണ്ട്. നമ്മൾ വർക്ക് എനർജി ചാപ്റ്റർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ മാക്സിമ അല്ലെങ്കിൽ മിനിമയുടെ വാല്യൂ ചോദിക്കും. അപ്പോൾ മാക്സിമം മിനിമം വേറെ ഒന്നുമല്ല, നമ്മുടെ ഡിഫറൻസിയേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം മിനിമം വാല്യൂ പഠിക്കാനുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക് ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ താങ്ക് യു, ബൈ.